Dear students, നമ്മൾ ബയോഇൻഫോർമാറ്റിക്സിലെ ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, അതായത് ബയോളജിക്കൽ ഡാറ്റാബേസസ്. നമുക്കറിയാം, ഒരു ബയോളജിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതായത് എന്താണ് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ് എന്നുള്ളത് വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബയോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, ഓരോ ഡെവലപ്മെൻറ്റും അതുപോലെ ഡിസ്കവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരുപാട് ഡേറ്റ സീക്വൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? ഒരുപാട് ഡേറ്റാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഡേറ്റാസ് നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ അത് റിട്രീവ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയോളജിക്കൽ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. The modern genomic research leads to the generation of huge amounts of raw sequence data. Sophisticated computational methodologies are required to manage the mass of data as the volume of genomic data grows. അപ്പോൾ നമുക്കറിയാം, വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് ഡേറ്റ മാത്രമേ ഉള്ളെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. മാനുവലി നമുക്കത് ചെയ്യാം. പക്ഷേ ഈ ഡാറ്റേൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് നമുക്കത് മാനുവലി ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. സോ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, നമുക്ക് സോഫ്റ്റ്വെയർസ്, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു സ്റ്റോർ ദി ഡേറ്റാസ് ഇൻ ആൻ ഓർഗനൈസ്ഡ് വേ. വെറുതെ അവിടെയും ഇവിടെയും ഡാറ്റ സ്റ്റോർ ചെയ്യല്ല, നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, a biological database is a large organized body of persistent data usually associated with computerized software designed to update, query and retrieve components of the data stored within the system. അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ വെറുതെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് എന്ത് വേണം, അതൊരു ഓർഗനൈസ്ഡ് വേയിലായിരിക്കണം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ആ സ്റ്റോർ ചെയ്ത ഡാറ്റ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനും, അതുപോലെ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താം, മോഡിഫിക്കേഷൻസ് വരുത്താൻ നമുക്ക് കഴിയണം. അതുപോലെ അത് റിട്രീവ് ചെയ്യാൻ പറ്റണം. നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അത് തിരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വറി എഴുതുകയാണ് ചെയ്യുക. ഡാറ്റാബേസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും അതിന് റിട്രീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്വറി യൂസ് ചെയ്യും. ക്വറി എന്ന് പറഞ്ഞാൽ the language which is used to communicate with the ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ ഡാറ്റാബേസും നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. Okay, a simple database might be a single file containing many records, each including the same set of information. ഒരു സിമ്പിൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഡാറ്റാബേസിൽ നമ്മുടെ ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടേബിൾസ് ആക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡാറ്റാബേസിൽ ഒരുപാട് ടേബിൾസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ടേബിൾസിൽ നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ആ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോന്നിനും അത് ഡാറ്റാബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡീപ്പായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. ഒരു സിംഗിൾ ഡാറ്റാബേസ്, അതായത് സിമ്പിൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫയൽ ആൻഡ് വിച്ച് കണ്ടെയ്ൻസ് മെനി റെക്കോർഡ്സ് ഈച്ച് ഇൻക്ലൂഡിങ് ദി സെയിം സെറ്റ് ഓഫ് ഇൻഫർമേഷൻ. അത് സെയിം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും ഒരു ഡാറ്റാബേസിൽ, ഒരു സിമ്പിൾ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കാം. Okay, a record associated with a nucleotide sequence database contains information such as contact name, input sequence with a description of the type of molecule, scientific name of the source organism from which it was isolated, and literature citations associated with sequence. അപ്പോൾ അടുത്തതായി നമുക്ക് ഡാറ്റാബേസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡാറ്റാബേസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് ഡാറ്റാബേസിൽ ഞാൻ പറഞ്ഞു ടേബിൾസ് ആക്കിയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിളിൽ എന്തുണ്ടാവും, കുറേ റെക്കോർഡ്സ് ഉണ്ടാവും. ഓക്കെ, കുറേ റെക്കോർഡ്സ് ഉണ്ടാവും. ഈ ബയോളജിക്കൽ ഡാറ്റാബേസിൻ്റെ കേസ് ആകുമ്പോൾ നമുക്ക് ബയോളജിക്കൽ എലമെൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. ബയോളജിക്കൽ എലമെൻസ് ആയിട്ടുള്ള
DNA, RNA, പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഉണ്ടാവുക. നമുക്ക് അതിനനുസരിച്ച് ബയോളജിക്കൽ ഡാറ്റാബേസ് ആയിട്ട് പ്രോട്ടീൻ ഡാറ്റാബേസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്തതിൽ പഠിക്കുന്നുണ്ട്. എത്ര ടൈപ്പ് ഡാറ്റാബേസ് ഉണ്ട്, ഏത് ഡാറ്റാബേസസ് ഒക്കെ ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ടേബിൾസ് എന്ന് പറയുന്ന ടേബിൾസിൽ ആണ് ഡാറ്റ ഓർഗനൈസ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ റോസിനെയും പറയുന്ന റെക്കോർഡ് എന്നാണ്. അപ്പോൾ ഒരു റോ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും ഒരു റോ എന്ന് പറയുന്നത്. ടേബിൾ നമുക്കറിയാം. ഓക്കെ, ടേബിൾ കണ്ടെയ്ൻസ് റോസ് ആൻഡ് കോളംസ് അല്ലേ. അപ്പം ഈ കോളത്തിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ റോയിൽ അതിൻ്റെ ഇൻഫർമേഷനും ഉണ്ടാവും. അപ്പോൾ ഒരു റെക്കോർഡിൽ ഒരു ഇപ്പോൾ ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ് ആണെങ്കിൽ, ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ് ഡാറ്റാബേസ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും? അതിൻ്റെ കോൺടാക്ട് നെയിം, അതുപോലെ ഇൻപുട്ട് സീക്വൻസ് വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടൈപ്പ് ഓഫ് മോളിക്യൂളിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതുപോലെ സയൻറ്റിഫിക് നെയിം ഓഫ് ദി ഓർഗാനിസം ഫ്രം വിച്ച് ഇറ്റ് വാസ് ഐസൊലേറ്റഡ്, ദെൻ ലിറ്ററേച്ചർ സൈറ്റേഷൻസ്, അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ആ ഒരു റെക്കോർഡിന്, ആ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസിനെ പറ്റിയിട്ട് നമുക്ക് അവൈലബിൾ ആവും. ഇനി അത് എക്സാമ്പിൾസ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ്, ജെൻബാങ്ക് എന്ന് പറയുന്ന ഡാറ്റാബേസ്, അതുപോലെ ഫ്രം NCBI, ദെൻ സ്വിസ് പ്രോട്ട്, ദെൻ PIR. ഇങ്ങനെ ഇത് എക്സാമ്പിൾസ് ആണ്, ഡാറ്റാബേസിന് എക്സാമ്പിൾസ്, ബയോളജിക്കൽ ഡാറ്റാബേസിന് എക്സാമ്പിൾസ് ആണ്. ഇനി ബയോളജിക്കൽ ഡാറ്റാബേസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ 7 ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഹെറ്ററോജെനിറ്റി, ഹൈ വോളിയം ഓഫ് ഡേറ്റ, അൺസർട്ടനിറ്റി, ഡാറ്റ ക്യൂറേഷൻ, ഡാറ്റ ഇൻറ്റഗ്രേഷൻ, ഡാറ്റ ഷെയറിംഗ് ആൻഡ് ഡൈനാമിക്സ്. ഇതൊക്കെയാണ് ബയോളജിക്കൽ ഡാറ്റാബേസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി അത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഡാറ്റ ഹെറ്ററോജെനിറ്റി, ഹെറ്ററോജീനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ, അങ്ങനെയാണ് പറയുന്നത് ഹെറ്ററോജീനസ്. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ്, ഹെറ്ററോജീനസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ നമുക്ക് എന്താണ് ഡൈവേഴ്സ് ആൻഡ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്സ് അവൈലബിൾ ആണ്. ഈ ഡാറ്റാബേസിൽ നമുക്ക് പല ടൈപ്പ് ഡാറ്റ അവൈലബിൾ ആണ്. ഇനി ഏതൊക്കെ ഡാറ്റ ടൈപ്സ് ആണുള്ളത് നോക്കാം. സീക്വൻസ് ഡാറ്റാബേസസ് നമുക്കറിയാം. ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ ന്യൂക്ലിയോടൈഡ് ഉണ്ടാകും, പ്രോട്ടീൻ സീക്വൻസ് ഉണ്ടാകും. ഓക്കെ, ദെൻ ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം. അതായത് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഡാറ്റ ഇൻഡിക്കേറ്റിംഗ് റിലേഷൻഷിപ്പ് എമംഗ് ദംസെൽവ്സ് ക്യാൻ ബി ക്യാപ്ചേർഡ് ആസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലായിരിക്കും നമ്മൾ ഡാറ്റേൻ്റെ റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുണ്ടായിരിക്കാം. ദെൻ ഹൈ ഡയമെൻഷണൽ ഡാറ്റ. ഹൈ ഡയമെൻഷണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ ജനറേറ്റഡ് ഫ്രം മൈക്രോ അറേ എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് ഇൻവോൾവ്സ് thousands of genes and hundreds of experimental conditions. അപ്പോൾ അത് പല കണ്ടീഷൻസ്, ഒരുപാട് കണ്ടീഷൻസ്, എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസും വെച്ചിട്ട്, അതുപോലെ thousands of genes, ഇതൊക്കെ വരുമ്പോൾ ഹൈ ഡയമെൻഷൻ കൂടുകയാണ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ്സ് കണ്ടീഷൻ കൂടുന്നതിനനുസരിച്ച് ഡയമെൻഷനും അതുപോലെ ജീൻസിൻ്റെ നമ്പർ ഓഫ് ജീൻസ് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈ ഡയമെൻഷൻ ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഷേപ്പ് കൺസിസ്റ്റ് ഓഫ് 3D മോളിക്കുലർ സ്ട്രക്ചറൽ ഡാറ്റ. 3D മോളിക്കുലർ സ്ട്രക്ചറൽ ഡാറ്റ, ആ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടാവും. അതുപോലെ ടെമ്പറൽ ഡേറ്റ ഫോർ സ്റ്റഡിങ് ഡൈനാമിക്സ് ഓഫ് എനി ബയോളജിക്കൽ സിസ്റ്റം, എക്സാമ്പിൾ ഡെവലപ്മെൻറ്റ് ബയോളജി. ദെൻ ഹൈ വോളിയം ഓഫ് ഡേറ്റ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ വോളിയം ഓഫ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അതുപോലെ ഈ ഹൈ വോളിയം ഓഫ് ഡാറ്റ ഹെറ്ററോജീനസും ആയിരിക്കും. Then uncertainty. Biological data have great deal of uncertainty as they represent biological phenomena that are observed and assumed. അപ്പം നമ്മൾ കണ്ടുപിടിച്ച ഡാറ്റ അത് സർട്ടൻ ആയിരിക്കണം എന്നില്ല. ബിക്കോസ് എന്താണ്, ബയോളജിക്കൽ ഫിനോമിനയിൽ നിന്നും ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അസ്യൂം ചെയ്തിട്ടുള്ള കാര്യങ്ങളും വെച്ചായിരിക്കും നമ്മൾ ഡാറ്റ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ മിക്കവാറും ഇത് സർട്ടൻ ആയിരിക്കണം എന്നില്ല. പിന്നെ ഡാറ്റ curation, then biological data collected from various sources across different and functional boundaries. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് സോഴ്സസ് എന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഡാറ്റ തമ്മിലുള്ള ഒരു റിലേഷൻ, ഒരു ലിങ്ക് നമുക്ക് മിസ്സിങ് ആയിരിക്കും ചില സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യും. ഓട്ടോമേറ്റഡ് മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുകയും അതുപോലെ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവുക.
ഓട്ടോമേറ്റഡ് മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റേനെ അനലൈസ് ചെയ്യുകയും ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. Then data integration. After years of research across different structural and functional scales, data is collected from laboratories through a database and made available for use. അങ്ങനെ നമുക്ക് വർഷങ്ങളോളമുള്ള റിസർച്ചിൽ നിന്നാണ് നമുക്ക് ഓരോ ഡാറ്റ കിട്ടുക. അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ മൊത്തം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു യൂസറിന് അവൈലബിൾ ആവുന്ന രീതിയിലാണ് ഈ ഡാറ്റാബേസ് ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് വേയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഓർഗനൈസ്ഡ് വേയിലാവുമ്പം നമുക്ക് എന്താ, അത് എളുപ്പത്തിൽ നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാൻ സാധിക്കും. ദെൻ ഡാറ്റ ഷെയറിങ്. നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, ബയോളജിക്കൽ ഡാറ്റ ഷെയർ ചെയ്യണം. ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫോർ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഇൻസ്പെക്ഷൻസ്, ഫോർ ക്രോസ് വെരിഫിക്കേഷൻ, ടു പ്രിവെൻറ്റ് റിപ്പിറ്റേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ ഷെയർ ചെയ്യണം. ഇപ്പം നമുക്കറിയാം ഒരു ഡാറ്റാബേസിൽ നേരത്തെ റിസർച്ച്, ഇപ്പോൾ ഡാറ്റ ഇൻറ്റഗ്രേഷൻ പറഞ്ഞല്ലേ, പല സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ സ്കെയിൽ വെച്ചിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കുറേ ഡാറ്റാസ് ഉണ്ടാവും അല്ലേ? ഡാറ്റാസ് മെനി ഇയേഴ്സ് ഓഫ് റിസർച്ചിലൂടെയാണ് നമ്മൾ ഓരോ ഡാറ്റയും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡാറ്റാസൊക്കെ നമുക്ക് എവിടെ ഉണ്ട്? നമ്മളെ ഡാറ്റാബേസിലുണ്ട് അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യണം? ആ ഡാറ്റ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം, ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒരു സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് എന്തിനെ പറ്റിയെങ്കിലും അറിയണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡാറ്റാബേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാബേസസ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഓരോ പ്രോട്ടീൻ സീക്വൻസ്, അങ്ങനെ ഓരോ സീക്വൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരു അൺനോൺ സീക്വൻസിനെ നമ്മൾ ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അൺനോൺ സീക്വൻസിനെ നോൺ സീക്വൻസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ അസംഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഡാറ്റാബേസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതായി കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ചിട്ട് നമ്മളെ ഡാറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ പോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. Then dynamics. New data is generated every day in laboratories. Sometimes this new data contradicts with the old data, so it is necessary to develop new organizational database schemes to incorporate new data. നമുക്കറിയാം ലബോറട്ടറീസിൽ എല്ലാ സമയവും ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ ഡാറ്റാസ് കണ്ടുപിടിക്കപ്പെടും. അപ്പോൾ അങ്ങനെ കാണുമ്പം എന്താണ്, അത് ഒരു പക്ഷേ പഴയ ഒരു ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോൺട്രഡിക്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? നമ്മൾ ആദ്യം കണ്ടുപിടുത്തങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ പിന്നീട് വരുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലും എന്താണ്, ഈ ഡാറ്റാബേസ് ഡൈനാമിക്സ്, അതായത് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡാറ്റാബേസിലുള്ള ഡാറ്റ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിക്കൽ ഡാറ്റാബേസിൻ്റെ ടൈപ്സ്, അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ബയോളജിക്കൽ ഡാറ്റാബേസസ്, പിന്നെ വരുന്നത് ടൂൾസ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസ് യൂസ്ഡ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബയോളജിക്കൽ ഡാറ്റാബേസിനെ നമുക്ക് ബേസിക്കായിട്ട് രണ്ട് ടൈപ്പ്, പ്രൈമറി ഡാറ്റാബേസ് ആൻഡ് സെക്കൻഡറി ഡാറ്റാബേസ്, ഇങ്ങനെ നമുക്ക് ബേസിക്കലി ബയോളജിക്കൽ ഡാറ്റാബേസിനെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, പ്രൈമറി ഡാറ്റാബേസ് ആൻഡ് സെക്കൻഡറി ഡാറ്റാബേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് കാണാൻ കഴിയും ഡാറ്റാബേസ്. പ്രൈമറി ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ വെബ് ആക്സസ്, അതായത് ഒരു ആപ്ലിക്കേഷൻ, ഇപ്പം ഒരു സെർച്ച് എഞ്ചിൻ, നിങ്ങൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ വെബ് ആക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. അത് ഇപ്പോൾ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ, ആ പ്രൈമറി ഡാറ്റാബേസ് ആണെങ്കിൽ ഇതാണ് പ്രൈമറി ഡാറ്റാബേസിൻ്റെ ഫിഗർ. ആക്സസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ വെബ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ആ വെബ് ആപ്ലിക്കേഷൻ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാണ്. അപ്പോൾ ഈ ഡാറ്റ റിട്രീവ് ചെയ്യുന്നത് അതിൻ്റെ സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് സെർവേഴ്സിൽ നിന്നായിരിക്കും ഈ ഡാറ്റാബേസ്
ഡാറ്റാബേസ് ഇത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ആ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡാറ്റാബേസിൽ നിന്ന് അവരുടേതായിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ടാവും. ആ ഡാറ്റാബേസിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് പ്രൈമറി ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഡാറ്റാബേസ് നമുക്ക് കാണാം. ഇവിടെ ഡിറൈവ്ഡ് ഡാറ്റാബേസ് എന്നാണ് പറയുന്നത്. സെക്കൻഡറി ഡാറ്റാബേസിൻ്റെ വേറൊരു പേരാണ് ഡിറൈവ്ഡ് ഡാറ്റാബേസ്. ആ ഡിറൈവ്ഡ് ഡാറ്റാബേസ് എന്താ ചെയ്യുന്നത്? പ്രൈമറി ഡാറ്റാബേസ് എന്നാണ് ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിറൈവ്ഡ് സെക്കൻഡറി ഡാറ്റാബേസ് ക്യാൻ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ വൺ ഓർ മോർ പ്രൈമറി ഡാറ്റാബേസ് ടു ഗെറ്റ് ദി ഡേറ്റ. ഓക്കെ, അതാണ് സെക്കൻഡറി ഡാറ്റാബേസ് എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റാബേസിന് എന്ത് ചെയ്യാം? അവർക്ക് ഡയറക്ട്ലി ദേ ക്യാൻ ആക്സസ് ദി ഡേറ്റ ഫ്രം ദെയർ ഓൺ databases or there are resources. ആ റിസോഴ്സസിന് അവർക്ക് ഡയറക്ട്ലി ഡാറ്റ ആക്സസ് ചെയ്യാം. പക്ഷേ ഡിറൈവ്ഡ് ഡാറ്റാബേസിന് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദി പ്രൈമറി ഡാറ്റാബേസ് ടു ഗെറ്റ് ദി ഡേറ്റ. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡാറ്റാബേസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി ഡാറ്റാബേസ് ഓഫൻ ഹോൾഡ് ഓൺലി വൺ ടൈപ്പ് ഓഫ് സ്പെസിഫിക് ഡാറ്റ വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദിയർ ഓൺ ആർച്ചീവ്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡേറ്റ ആയിരിക്കും ആര് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? പ്രൈമറി ഡാറ്റാബേസ്. ഇപ്പോൾ പ്രോട്ടീൻ ഡാറ്റാബേസ് എന്നൊക്കെ പേര് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻ സീക്വൻസിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് പ്രോട്ടീൻ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്? പ്രൈമറി ഡാറ്റാബേസസ് ആണ്. അതിൽ ഒരേ ടൈപ്പ് ഡാറ്റ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദേ അപ്ലോഡ് ന്യൂ ഡേറ്റ എക്സ്പ്ലോർഡ് ഇൻ ദി എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ് എൻട്രീസ് ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ദി ഡേറ്റ. അപ്പോൾ ഈ പ്രൈമറി ഡാറ്റാബേസസ് എന്ത് ചെയ്യും? അവരുടെ ആ പ്രൈമറി ഡാറ്റാബേസിൻ്റെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടാവും. അവർ പുതിയ ഡാറ്റാസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പുതിയ ഡാറ്റ അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും? അവരുടെ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്തോളും. Okay, in a secondary database, use other databases as their source of information. Thus, they get their data by requesting other databases. നമ്മൾ പറഞ്ഞു, secondary database ന് data കിട്ടണമെന്നുണ്ടെങ്കിൽ they have to depend upon the primary database. They often already process or analyze the data matching the corresponding request to get the new result. They often process or analyze the data matching the corresponding request to get the new result. പുതിയ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവ എന്താണ് ചെയ്യുന്നത്? മാച്ചിങ്, ഡാറ്റ മാച്ചിങ് അനലൈസ് ചെയ്യും. ഓക്കെ, റിക്വസ്റ്റിനനുസരിച്ചുള്ള ഡാറ്റ മാച്ച് ചെയ്യുന്നുണ്ടോയെന്ന് അനലൈസ് ചെയ്തിട്ടാണ് അവർ ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. ഇനി പ്രൈമറി ഡാറ്റാബേസസിനുള്ള എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. പ്രൈമറി ഡാറ്റാബേസ്. ദെൻ ഇത് സെക്കൻഡറി ഡാറ്റാബേസിനുള്ള എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റാബേസിനെ ബയോളജിക്കൽ ഡാറ്റാബേസിനെ ക്ലാസിഫൈ ചെയ്തിട്ട് മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്. സീക്വൻസ് ഡാറ്റാബേസ്, സ്ട്രക്ചർഡ് ഡാറ്റാബേസ്. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ബയോളജിക്കൽ ഡാറ്റാബേസിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്, സീക്വൻസ് ഡാറ്റാബേസ് ആർ അപ്ലിക്കബിൾ ടു ബോത്ത് ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് ആൻഡ് പ്രോട്ടീൻ സീക്വൻസ്. സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്തിനൊക്കെ അപ്ലിക്കബിൾ ആണ്? ന്യൂക്ലിക് ആസിഡ് സീക്വൻസിനും പ്രോട്ടീൻ സീക്വൻസിനും. അതായത് സീക്വൻസ് ഡാറ്റാബേസിൽ നമുക്ക് ന്യൂക്ലിക് ആസിഡ് സീക്വൻസും പ്രോട്ടീൻ സീക്വൻസും അവൈലബിൾ ആണ്. ഇൻസുലിൻ ഇസ് ദ ഫസ്റ്റ് പ്രോട്ടീൻ ടു ബി സീക്വൻസ്ഡ്. ഫസ്റ്റ് പ്രോട്ടീൻ സീക്വൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. അപ്പോൾ ഇത് സീക്വൻസ് ചെയ്തിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റാബേസ് വേണം. അപ്പോൾ അതിനുശേഷം ഇൻസുലിൻ സീക്വൻസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഡാറ്റാബേസ് വാസ് ക്രിയേറ്റഡ് ആഫ്റ്റർ ദി ഇൻസുലിൻ പ്രോട്ടീൻ സീക്വൻസ് വാസ് മെയ്ഡ്. ഇൻസുലിൻ പ്രോട്ടീൻ സീക്വൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്ത് ക്രിയേറ്റ് ചെയ്തത്? ഫസ്റ്റ് സീക്വൻസ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് it is created in 1956. ഇനി സ്ട്രക്ചർഡ് ഡാറ്റാബേസ്. സ്ട്രക്ചർഡ് ഡാറ്റാബേസിൽ എന്തുണ്ടാവും? ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് ഉണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പ്രോട്ടീൻ സ്ട്രക്ചർ. ഓക്കെ, മറ്റേ സീക്വൻസ് ആകുമ്പം ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് ഉണ്ടാവും, പ്രോട്ടീൻ സീക്വൻസ് ഉണ്ടാവും. പക്ഷേ ഇതിൽ സ്ട്രക്ചർഡ് ഡാറ്റാബേസിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡാറ്റാബേസ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു പ്രോട്ടീൻസിന് പ്രോട്ടീൻ സ്ട്രക്ചർ മാത്രമേ അതിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. 3D structure of proteins were studied and well-known protein data bank was developed as the first protein structure data bank in 1972. First protein data bank വരുന്നത് എന്നാണ്? 1972ലാണ്. 1972ലാണ് ഫസ്റ്റ് പ്രോട്ടീൻ സ്ട്രക്ചർ ഡാറ്റാബേസ് വരുന്നത്.
അതിൻ്റെ പേരാണ് പ്രോട്ടീൻ ഡാറ്റ ബാങ്ക്, PDB. ദെൻ സ്കോപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ഇസ് ആക്സസിബിൾ. ഇതാണ് അതിൻ്റെ സൈറ്റ് അഡ്രസ്സ്. The scope database describes the structural and evolutionary relationship between all non-protein structures and also provides a number of links to other online resources related to protein structure and to sequence databases in general. അപ്പോൾ ഇതിൽ സ്കോപ്പ് എന്ന് പറയുന്ന ഡാറ്റാബേസിൽ എന്താണുള്ളത്? സ്ട്രക്ചറൽ ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്. എല്ലാ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിൻ്റെയും, അതായത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിൻ്റെയും അവ തമ്മിലുള്ളൊരു എവല്യൂഷണറി റിലേഷൻഷിപ്പ്, സ്ട്രക്ചറൽ ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. Okay, and they also contains the number of links to other online resources related to protein structure and to sequence database. അതായത് സ്ട്രക്ചർ ഡാറ്റാബേസിലേക്കും സീക്വൻസ് ഡാറ്റാബേസിലേക്കുമുള്ള ലിങ്ക്സും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ CAT പ്രോട്ടീൻ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ. ദ CAT ഡാറ്റാബേസ് ഹോസ്റ്റഡ് ഇൻ HTTP. ഈ URL-ലായിരിക്കും ആ ഒരു ഡാറ്റാബേസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലാസിഫൈസ് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ഫ്രം PDB നമ്മൾ പറഞ്ഞു, പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക്, അക്കോർഡിംഗ് ടു എ 4-level ഹയറാർക്കി. ഒരു 4-level ഹയറാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ CAT എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ബയോളജിക്കൽ ഡാറ്റാബേസ് പഠിക്കാം. ജെൻബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡാറ്റാബേസ്. ജെൻബാങ്ക് എന്ന് പറയുന്നത് ഇതെന്താണ്? ഒരു സീക്വൻസ് ഡേറ്റാബേസ് ആണ്. സീക്വൻസ് ഡാറ്റാബേസിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകും? പ്രോട്ടീൻ സീക്വൻസിനും ന്യൂക്ലിക് ആസിഡ് സീക്വൻസും ഒക്കെ അവൈലബിൾ ആണ്. ദി ജെൻബാങ്ക് സീക്വൻസ് ഡാറ്റാബേസ് ഇസ് ആൻ ഓപ്പൺ ആക്സസ്. ഓപ്പൺ ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീലി ആക്സസിബിൾ ആണ്. അനോട്ടേറ്റഡ് കളക്ഷൻ ഓഫ് ഓൾ പബ്ലിക്ലി അവൈലബിൾ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആൻഡ് ദെയർ പ്രോട്ടീൻ ട്രാൻസ്ലേഷൻസ്. നമുക്ക് ന്യൂക്ലിയോടൈഡ് സീക്വൻസും, ന്യൂക്ലിയോടൈഡ് എന്നാണ് നമ്മൾ പ്രോട്ടീൻസ് ട്രാൻസ്ലേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ള ജെൻബാങ്കിലാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1982. ഗോഡ് അറ്റ് ലോസ് ആൽമോസ് നാഷണൽ ലബോറട്ടറി, അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലബോറട്ടറിയാണ്. അവിടെയാണ് ഈ ഒരു ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്തിട്ട് ബൈ വാൾട്ടർ ഗോഡ്. It is produced and maintained by National Center for Biotechnology Information, NCBI ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആസ് എ പാർട്ട് ഓഫ് ഇന്റർനാഷണൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് കൊളാബറേഷൻ. ഇനി അടുത്ത ഡാറ്റാബേസ് ആണ് EMBL എന്ന് പറയുന്നത്, യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ആണ്. അതും ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ആണ്. is maintained at the European Bioinformatics Institute and international collaboration with DNA Data Bank of Japan, DDBJ and GenBank. ഈ ഒരു കൊളാബറേഷനിലൂടെയാണ് ആര് വർക്ക് ചെയ്യുന്നത്? EMBL എന്ന് പറയുന്ന ഡാറ്റാബേസ്, EMBL ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ്, DNA Data Bank of Japan and GenBank, ഇവയും കൂടെ കൂടിയിട്ടുള്ള ഒരു കൊളാബറേഷനിലൂടെ വർക്ക് ചെയ്യുന്നതാണ് ഇത് EMBL എന്ന് പറയുന്ന ഡാറ്റാബേസ്. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഡാറ്റാബേസ് ഓഫ് DNA and RNA sequence collected from the scientific literature and patent applications and directly submitted from the researchers and sequencing groups. അതായത് ഈ ഡാറ്റാബേസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് DNAയുടെയും RNAയുടെയും സീക്വൻസ് and which will be collected from the scientific literature and patent application. DDBJ, അതായത് DNA Data Bank of Japan. It is a nucleotide database hosted in Japan and is accepting DNA submission from mainly Japanese researchers. Japanese researchersന്റെ അവർ സബ്മിറ്റ് ചെയ്യുന്ന DNA സീക്വൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാബേസ് ആണ് ഇത്, DNA Data Bank of Japan. അതിൽ അവിടെ തന്നെ ആ പേര് തന്നെ ഉണ്ട്, ജപ്പാനിലെ റിസർച്ചേഴ്സ് ആണ് ഇതിൽ മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദേ വർക്ക് ഇൻ ക്ലോസ് കൊളാബറേഷൻ വിത്ത് ജെൻബാങ്ക് ആൻഡ് EMBL. നമ്മൾ നേരത്തെ പറഞ്ഞു EMBLന്റെ കേസ് പറഞ്ഞപ്പോഴും അവിടെ എന്താണ് ജെൻബാങ്കും DDBJ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അവരൊക്കെ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ഡേറ്റ ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഫ്രീലി ആക്സസിബിൾ ഡാറ്റാബേസ് ഓഫ് പ്രോട്ടീൻ സീക്വൻസ് ആൻഡ് ഫങ്ഷണൽ ഇൻഫർമേഷൻ, many entries being derived from genome sequencing projects.
It contains a large amount of information about the biological function of proteins derived from the research literature. അപ്പോൾ ഈ യൂണിപ്രോട്ട് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റാബേസ് it is freely accessible ആണ്. അതുപോലെ it contains data about protein sequenceൻ്റെ ഡാറ്റ ആണ് അത് ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് ഫങ്ഷൻ ഇൻഫർമേഷൻ, സീക്വൻസിനെയും അതുപോലെ ഫങ്ഷൻ ഇൻഫർമേഷനും കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ യൂണിപ്രോട്ട് വെബ്സൈറ്റിലുള്ള ഡാറ്റ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോർ ഡാറ്റ, ദെൻ സപ്പോർട്ടിംഗ് ഡാറ്റ, ഇൻഫർമേഷൻ. ഇങ്ങനെ കോർ ഡാറ്റ, സപ്പോർട്ടിംഗ് ഡാറ്റ, ഇൻഫർമേഷൻ, ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്വിസ്പ്രോട്ട് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ആണ്. ദാറ്റ് പ്രൊവൈഡ്സ് എ ഹൈ ലെവൽ ഇൻ്റഗ്രേഷൻ വിത്ത് ദി അതർ ഡാറ്റാബേസസ് ആൻഡ് ഓൾസോ ഹാസ് എ വെരി ലോ ലെവൽ റിഡൻഡൻസി. മീൻസ് ലെസ് ഐഡൻറ്റിക്കൽ സീക്വൻസ് ആർ പ്രസൻറ്റ് ഇൻ ദി ഡാറ്റാബേസ്. സ്വിസ്പ്രോട്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ആണ്. അതുപോലെ ഇതെന്താണ്, പ്രൊവൈഡ്സ് എ ഹൈ ലെവൽ ഇൻ്റഗ്രേഷൻ വിത്ത് അതർ ഡാറ്റാബേസ്. ബാക്കിയുള്ള ഡാറ്റാബേസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, അതായത് അവിടെ നിന്നും കൂടെ ഡാറ്റ എടുത്തിട്ടാണ് സ്വിസ്പ്രോട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹാസ് എ വെരി ലോ ലെവൽ റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ റിപ്പിറ്റീഷൻ ഓഫ് ഡേറ്റ എന്നാണ് പറയുന്നത്, റിഡൻഡൻസി. അപ്പം ഇതിൽ റിഡൻഡൻസി കുറവായിരിക്കും. ഈ ഒരു സ്വിസ്പ്രോട്ട് എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ വെരി ലോ ലെവൽ ഓഫ് റിഡൻഡൻസിയാണ്. ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി പബ്മെഡ് എന്ന് പറയുന്നത് ഇസ് എ ഫ്രീ ഓൺലൈൻ ഡാറ്റാബേസ് ഓഫ് references on life science. It was established in January 1996. The United States National Laboratory of Medicine at the National Institute of Health maintains the database. ഇനി ഇത് ഓരോ ഡാറ്റ ടൈപ്പ് ഹോൾഡ് ചെയ്യുന്ന, എന്താണ് ഓരോ ഡാറ്റാബേസ്, ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് അത് ഹോൾഡ് ചെയ്യുന്ന ഡാറ്റാസ്, അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ബയോഗ്രാഫിക് ഡാറ്റാബേസ്. കണ്ടെയ്ൻസ് ആർട്ടിക്കിൾ ആൻഡ് റിസർച്ച് പേപ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ജേർണൽസ്. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് മെഡിലൈൻ, പബ്മെഡ് എന്ന് പറയുന്നത്. അതൊരു സെർച്ച് എഞ്ചിൻ പോലെ നമുക്ക് ഈ നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസും ജേർണൽസും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ ഇത് പറഞ്ഞിട്ടില്ലേ, ഇറ്റ്സ് എ ഫ്രീ ഓൺലൈൻ ഡാറ്റാബേസ് ഓഫ് റെഫറൻസസ്. ഓക്കെ, റെഫറൻസ് അതായത് ജേർണൽസ്, അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആക്ച്വലി സെർച്ച് എഞ്ചിൻ തന്നെ പറയാം. ഇത് ജീനോം ഡാറ്റാബേസ് ആണ്. കണ്ടെയ്ൻസ് ഹോൾ ജീനോം സീക്വൻസ് ഓഫ് വൈറസ്, യുകാരിയോട്സ്, പ്രോകാരിയോട്സ് എക്സെട്ര. അപ്പോൾ ഓരോന്ന് പറയുന്നുണ്ട്. സീക്വൻസ് ഡാറ്റാബേസിൽ പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ടാവും. ഓരോ ടൈപ്പ് ഡാറ്റാബേസും അതിന് എന്ത് ഇൻഫർമേഷനാണ് അത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ള ആ ഡാറ്റാബേസിൻ്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് ടൂൾസ് യൂസ്ഡ് ഇൻ ബയോഇൻഫർമാറ്റിക്സിൽ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലാസ്റ്റ്, ബേസിക് ലോക്കൽ അലൈൻമെൻറ്റ് സെർച്ച് ടൂൾ. ഇതൊരു സെർച്ച് ടൂളാണ്. ആൻഡ് കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് ഹോമോളജി ആൻഡ് സിമിലാരിറ്റി ടൂൾ. സിമിലാരിറ്റി ബേസ് ചെയ്തിട്ട് നമ്മളൊരു സെർച്ച് പെർഫോം ചെയ്യാം. Okay, it is a set of search programs designed for Windows platform and is used to perform fast similarity searches regardless of whether the query is for protein or DNA. നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുക്കുന്നത് പ്രോട്ടീൻ ആണോ അല്ലെ പ്രോട്ടീൻ സീക്വൻസിന് വേണ്ടിയാണോ DNA സീക്വൻസിന് വേണ്ടിയാണോ എന്നൊന്നും അത് കെയർ ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി കെയർസ് അബൌട്ട് ദി സിമിലാരിറ്റി ഓഫ് ദി സീക്വൻസിൻ്റെ സിമിലാരിറ്റി. നമ്മളിപ്പോൾ ഒരു പുതിയ സീക്വൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സീക്വൻസ് ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ സീക്വൻസ് കണ്ടുപിടിക്കും. അതായത് ഇപ്പോൾ അൺനോൺ സീക്വൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ സീക്വൻസിൻ്റെ ഡാറ്റാബേസ് നമുക്കറിയാം. അപ്പോൾ അതുമായിട്ട് സിമിലാരിറ്റി നോക്കിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളത് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. Comparison of nucleotide sequence in a database can be performed. Also, a protein database can be searched to find a match against the queried protein sequence. അപ്പം ഈ ബ്ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രോട്ടീൻ സീക്വൻസിലും സെർച്ച് നടത്താം, ന്യൂക്ലിയോടൈഡ് സീക്വൻസിലും സെർച്ച് നടത്താം. ഏത് ടൈപ്പ് സീക്വൻസ് ആണെന്ന് ഇത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഫാസ്റ്റ എന്ന് പറയുന്നത് ഇസ് എ DNA ആൻഡ് പ്രോട്ടീൻ സീക്വൻസ് അലൈൻമെൻറ്റ് സോഫ്റ്റ്വെയർ പാക്കേജ്
first described by David J. Lippmann and William R. Pearson in 1985. FASTA takes a given nucleotide or amino acid sequence and searches a corresponding sequence database by using local sequence alignment to find matches of similar database sequence. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളൊരു സെർച്ചിങ് പെർഫോം ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ആ ടൂൾ, ഈ ഫാസ്റ്റ എന്ന് പറയുന്ന ടൂള് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോക്കൽ സീക്വൻസ് അലൈൻമെൻറ്റ് വെച്ചിട്ടാണ് ഒരു മാച്ച് ഫൈൻഡ് ചെയ്യുന്നത്. ലോക്കൽ സീക്വൻസ് അലൈൻമെൻറ്റ് to find matches of similar database sequence. The FASTA program follows a largely heuristic method. Heuristic method ആണ് FASTA എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്, which contributes to high speed of its execution. അപ്പോൾ ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സെർച്ചിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഈ സെർച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടിരുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഓരോ സൈറ്റിലും പോയിട്ട് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്, ഈ ബ്ലാസ്റ്റും ഫാസ്റ്റയും വെച്ചിട്ട് സെർച്ച് ചെയ്യുന്നതിൻ്റെ എങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എംബോസ്, യൂറോപ്യൻ Molecular Biology Open Software Suite is a software analysis package. It can work with data in a range of formats and also retrieve sequence data transparently from the web. വെബിൽ നിന്ന് ആണ് നമ്മൾ ഇതിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ വർക്ക് വിത്ത് ഡാറ്റ ഇൻ എ റേഞ്ച് ഓഫ് ഫോമാറ്റ്സ്, പല ഫോമാറ്റിലുള്ള ഡാറ്റയും ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. Extensive libraries are also provided with this package, allowing other scientists to release their software as open source. It provides a set of sequence analysis programs and also supports all Unix platforms. ഇത് എംബോസ് എന്ന് പറയുന്ന യുണീക് പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻബിൽഡ് ലൈബ്രറീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻബിൽഡ് ലൈബ്രറീസ് അവൈലബിൾ ആകുമ്പം എന്താണ്, നമുക്ക് സെർച്ചിങ് അതിൽ തന്നെ ചെയ്യാൻ പറ്റും. പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആൻഡ് ഇവാലുവേഷൻ കമ്പ്യൂട്ടർ ടൂൾ കിറ്റ്. ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഓരോ ടൂൾസ് ആണ് കേട്ടോ, സെർച്ച് ചെയ്യാനുള്ള ടൂൾസ് ആണ്. അതുപോലെ മറ്റൊരു ടൂളാണ് ഇത്, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ടൂൾ കമ്പ്യൂട്ടർ ടൂൾ കിറ്റ്. ഇറ്റ്സ് എ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ സിസ്റ്റം ദാറ്റ് എംപ്ലോയ്സ് എ കമ്പ്യൂട്ടേഷണൽ ടെക്നിക് കോൾഡ് പ്രോട്ടീൻ ത്രെഡിംഗ് to construct a protein 3D model. ഒരു പ്രോട്ടീൻ്റെ 3D മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ത്രെഡിങ് എന്ന ടെക്നിക് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്, പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ്റെ 3D മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത് പ്രോട്ടീൻ ത്രെഡിങ്. ഇനി പാറ്റേൺ ഹണ്ടർ ബേസ്ഡ് ഓൺ ജാവനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ക്യാൻ ഐഡൻറ്റിഫൈ ഓൾ അപ്രോക്സിമേറ്റ് റിപ്പീറ്റ്സ് ഇൻ എ കംപ്ലീറ്റ് ജീനോം ഇൻ എ ഷോർട്ട് ടൈം യൂസിങ് ലിറ്റിൽ മെമ്മറി ഓൺ എ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. അതായത് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ അധികം സ്പേസ് ഒന്നും വേണ്ട ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പാറ്റേൺ ഹണ്ടർ എന്ന് പറയുന്ന പ്രോഗ്രാം അത് എന്താണ്, അപ്രോക്സിമേറ്റ് റിപ്പീറ്റ്, എന്തായിരിക്കും അടുത്ത സീക്വൻസിൽ റിപ്പീറ്റ് ചെയ്യുന്നത്, ആ ഒരു സീക്വൻസ് തന്നെ റിപ്പീറ്റേഷൻ ആണല്ലോ വരുന്നത്. അപ്പം പിന്നെ ആ ഒരു സീക്വൻസിൽ എന്തായിരിക്കും നെക്സ്റ്റ് ആ ഒരു റിപ്പീറ്റേഷൻ എന്നുള്ള അതൊന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഏതാണ്, പാറ്റേൺ ഹണ്ടർ എന്ന് പറയുന്നത്. ജാവ ലാംഗ്വേജ് വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.